അസ്സലാമു വെൽക്കം ബാക്ക് ടു ഡെയിലി ഡിഷസ്. ഇന്ന് ഞാൻ നല്ലൊരു മസാല ബ്രെഡ് ടോസ്റ്റ് ആണ് തയ്യാറാക്കുന്നത്. സാധാരണ നമ്മൾ ബ്രെഡ് ടോസ്റ്റ് ഒക്കെ തയ്യാറാക്കുന്നത് മുട്ടയൊക്കെ ചേർത്തിട്ടല്ലേ. ഇതിൽ നമ്മൾ മുട്ടയൊന്നും ചേർക്കുന്നില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അല്ലെങ്കിൽ നല്ലൊരു സ്നാക്കായിട്ടൊക്കെ എടുക്കാൻ പറ്റിയ നല്ല സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഈ ബ്രെഡ് ടോസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി ഒരു ബൗളിലേക്ക് ആദ്യം 1/2 കപ്പ് കടലപ്പൊടി ചേർക്കുന്നുണ്ട്. ഞാനിപ്പോൾ 4 ബ്രെഡ് വെച്ചിട്ടാണ് ഈ ബ്രെഡ് ടോസ്റ്റ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് 1/2 കപ്പ് കടലപ്പൊടി വേണം. ഇനി ഇതിലേക്കൊരു സവോളയുടെ പകുതി ചേർത്ത് കൊടുക്കാം. സവോള ഞാൻ അധികം കട്ടിയില്ലാതെ നീളത്തിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഒരു 2 വെളുത്തുള്ളി നല്ല ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 പച്ചമുളക് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ 2 ചുവന്ന മുളക് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടാണ് കേട്ടോ. അതല്ലെങ്കിൽ 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്താലും മതി. പിന്നെ കുറച്ച് മല്ലിയില ചേർക്കാം. ഇനി മല്ലിയില ഇല്ലെങ്കിൽ കറിവേപ്പില ചേർത്താലും മതി. പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കാം. പിന്നെ 2 നുള്ള് കായപ്പൊടി. പിന്നെ ഒരു 1/4 ടീസ്പൂണിനേക്കാളും കുറച്ച് കുറവ് മഞ്ഞൾപ്പൊടി. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ്. ഇനി ഇതിലേക്ക് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഈ കടലപ്പൊടിയുള്ള കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. ആദ്യം തന്നെ കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് കലക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ ഈ കടലപ്പൊടിയുള്ള ചെറിയ കട്ടകളൊക്കെ ഉടയാതെ കിടക്കും. അതുകൊണ്ട് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു കട്ടിയിൽ വേണം ഇത് കലക്കിയെടുക്കാൻ. കൂടുതൽ കട്ടിയായി പോവുകയും ചെയ്യരുത്, അധികം വെള്ളവും ആവരുത്. ഈ ഒരു കട്ടിയിൽ വേണം ഇത് കലക്കിയെടുക്കാൻ. ഇപ്പം നമ്മുടെ ബ്രെഡ് ടോസ്റ്റിന് വേണ്ട ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ട ബ്രെഡ് എടുക്കാം. ഞാനിപ്പോൾ 4 ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ബ്രെഡ് വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെറിയ സ്ക്വയർ പീസായിട്ടോ അല്ലെങ്കിൽ ട്രയാങ്കിൾ പീസായിട്ടോ ചെറിയ ഫിംഗേഴ്സ് ആയിട്ടൊക്കെ കട്ട് ചെയ്തിട്ട് വേണമെങ്കിലും നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഈ ബ്രെഡ് കട്ട് ചെയ്തെടുക്കാതെ ഓരോരോ ബ്രെഡ് വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയെടുത്ത ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു ബ്രെഡ് എടുത്തിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ബാറ്ററിലൊന്ന് മുക്കിയെടുക്കാം. ബ്രെഡിൻ്റെ ഈ 2 സൈഡിലും ഈ ബാറ്റർ നല്ല പോലെ ഒന്ന് ആക്കി കൊടുക്കണം. ഇപ്പോൾ ഞാനൊരു ബ്രെഡ് ഈ ബാറ്ററിൽ മുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ ഈ പാൻ്റെ എല്ലാ സൈഡിലേക്കൊന്ന് ആക്കി കൊടുത്ത ശേഷം നല്ല ചൂടായിരിക്കുന്ന ഈ ഓയിലിലേക്ക് ബ്രെഡ് ഇട്ട് കൊടുക്കാം. ബ്രെഡ് ഇട്ട് കൊടുത്ത ശേഷം തീ നന്നായിട്ടൊന്ന് കുറച്ച് വെക്കാം കേട്ടോ. എന്നിട്ട് ഒരു 2-3 പ്രാവശ്യമായിട്ട് ഈ ബ്രെഡ് തിരിച്ചും മറിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ബാറ്ററിലുള്ള സവോളയും പച്ചമുളകൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഈ സൈഡിലും ബാറ്ററിലുള്ള കുറച്ച് സവോളയും പച്ചമുളകൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരേ സൈഡിന് കൂടുതൽ സമയം വെച്ചിരിക്കാതെ പെട്ടെന്ന് തിരിച്ചു മറിച്ചു വിട്ടിട്ട് 2 സൈഡ് നല്ല പോലെ ഒന്ന് മൊരിച്ചെടുക്കാം. മാവ് നമ്മൾ അധികം കട്ടിയിലല്ലല്ലോ കലക്കിയെടുത്തുള്ളത്, അതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇപ്പോൾ ബ്രെഡിൻ്റെ 2 സൈഡും നല്ല പോലെ ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിൽ നിന്ന് മാറ്റി കൊടുക്കാം. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ വൈകുന്നേരം നല്ല ചൂട് ചായയുടെ കൂടെ നല്ല ചൂടോടുകൂടി കഴിക്കാനൊക്കെ പറ്റിയ നല്ല സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു സ്നാക്കാണിത്. അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.